നമസ്കാരം, എൻ്റെ പേര് അമൽ സുരേഷ്. മലയാളത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ലോകത്തിൽ ഒരുപാട് ഭാഷകളുണ്ട്, ഒരുപാട് ജനസമൂഹങ്ങളിൽ ഒരുപാട് സംസ്കാരങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ജീവിത രീതികളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലും ഒരുപാട് ഭാഷകളുണ്ട്. ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്, ഉറുദു ഉണ്ട്. അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് പലയിടത്തും പലതരത്തിലുള്ള ഭാഷകളുണ്ട്. ആ ഓരോ ഭാഷകളിലും ഭാഷകൾ സംസാരിക്കുന്ന ജനസമൂഹമുണ്ട്, ജനങ്ങളുണ്ട്. അവരുടേതായിട്ടുള്ള ജീവിത രീതിയുടെ ഭാഗമായിട്ട് അവർ ബുക്കുകൾ എഴുതും, അവർ സംസാരിക്കും. അങ്ങനെ ഇതുപോലെ അവർ ക്ലാസ് എടുക്കും അവരുടേതായിട്ടുള്ള ഭാഷകളിൽ. ഇത് നമുക്കെല്ലാവർക്കും എല്ലാ ഭാഷകളും അറിയണമെന്നില്ല. ചിലവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്നറിയാമോ? ലോകത്തൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. എന്നാലും നേറ്റീവ് സ്പീക്കേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ചൈനീസ് മാൻഡാരിൻ എന്ന് പറയുന്ന ഭാഷയൊക്കെയാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ സ്പാനിഷ് ഭാഷയ്ക്കുണ്ട്. വളരെയധികം ആൾക്കാർ സ്പാനിഷ് സംസാരിക്കുന്നവരുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, അറബിക് സംസാരിക്കുന്നവരുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, പോർച്ചുഗീസ് സംസാരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പോർച്ചുഗീസ് വളരെ രസകരമായിട്ടുള്ള കാര്യം, ഫുട്ബോളിലെ വൻ ശക്തികളായിട്ടുള്ള ബ്രസീലിലും അർജൻറ്റീനയിലുമൊക്കെ ബ്രസീലിലെയൊക്കെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അവർ സംസാരിക്കുന്നത് പോർച്ചുഗീസ് ഭാഷയാണ്. ഇത്തരത്തിൽ പല സ്ഥലത്ത് പല ഭാഷകളിങ്ങനെ നമുക്ക് വ്യത്യസ്ത തലങ്ങളിൽ കാണാൻ പറ്റും. യൂറോപ്പിലൊരു ഭാഷയാണ് ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് സംസാരിക്കുന്നത്. ഇതെങ്ങനെ സാധിച്ചു? ഇതൊക്കെ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് പോർച്ചുഗീസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ശക്തികൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നത് പോലെ തന്നെ അതിനു മുമ്പ് ഡച്ചുകാർ ഇവിടെ ഉണ്ടായിരുന്നു, പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഭാഷകളും ഇവിടെയൊക്കെ വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ പല വാക്കുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ചൈനയുടെ ഭാഷ, ചൈനയിൽ നിന്നാണ് നമുക്ക് ചീനവല, ചീനച്ചട്ടി, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ അറബിക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് സംഗതികൾ, അറബികളുമായിട്ടുള്ള ആദ്യകാല വ്യാപാര ബന്ധത്തെ തുടർന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ഭാഷകളുണ്ട്. ജാപ്പനീസ് ഒരു വളരെ വലിയ ഭാഷയാണ്. റഷ്യൻ ഭാഷ, ബംഗാളി, ജർമ്മൻ, അതുപോലെ ചൈനീസ്, ഫ്രഞ്ച്, ഇങ്ങനെ നിരവധി ഭാഷകൾ ലോകത്താകമാനം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഷകളിലൊക്കെ അവിടെ ഓരോ വിഭാഗങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അവർ അവരുടെ സംസാര ഭാഷയോടൊപ്പം തന്നെ അവർ എഴുതുന്നതും ആ ഭാഷയിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ പല മികച്ച സാഹിത്യ സൃഷ്ടികൾ പല ഭാഷകളിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ പലതും വായിക്കാറുണ്ട്. പലതും നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഇത്തരം ഫ്രഞ്ചിലെ ഒരു കൃതി അല്ലെങ്കിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്പാനിഷ് കൃതിയൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലോട്ട് തർജ്ജിമ ചെയ്തിട്ടുള്ള കൃതികളായിരിക്കും വായിക്കുക. അല്ലെങ്കിൽ മലയാളത്തിലോട്ട് അവ തർജ്ജിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും വായിക്കുക. എപ്പോഴും നമ്മൾ മൂലകൃതികൾ വായിക്കുന്നതായിരിക്കും കൂടുതൽ. ആ ഒരു എഴുത്തുകാരൻ എങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂടുതൽ ഒരു സങ്കേതങ്ങളൊക്കെ കിട്ടാനായിട്ട് നല്ലത് അതായിരിക്കും. എന്നാലും മലയാളത്തിൽ ഇന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. മൈ നെയിം ഈസ് റെഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കൃതി, ഒറാൻ പാമുക്കിൻ്റെ കൃതിയൊക്കെ വളരെ രസകരമായിട്ടും അതിമനോഹരമായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാലത്തൊക്കെ. അങ്ങനെ നിരവധി കൃതികളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിവർത്തനം എന്ന് പറയുന്നൊരു സങ്കേതത്തെ നിങ്ങൾ പരിചയപ്പെടുകയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. വിവർത്തനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൃതി, അത് പൗലോ കൊയ്ലോ എഴുതിയ ഒരു നോവലാണ്. ബ്രസീലിയൻ എഴുത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് ഭാഷയിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ആ കൃതി നമ്മൾ മലയാളത്തിലാണത് വിവർത്തനം ചെയ്ത് പഠിച്ചിരിക്കുന്നത്. ഇതുപോലെ പല ആൾക്കാരും പല കൃതികളും പല സാഹിത്യം എന്ന് പറയുന്ന മനുഷ്യൻ്റെ പല തരത്തിലുള്ള സ്കില്ലുകൾ, വൈഭവമുള്ള ആൾക്കാർ പല സ്ഥലത്തായിരിക്കും ജീവിച്ചിരിക്കുക. അപ്പോൾ അവിടുത്തെയൊക്കെ ഓരോരോ ആൾക്കാരുടെയും അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റിങ്സൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ട്രാൻസ്ലേഷൻസിലൂടെയാണ്. ഭൂരിഭാഗവും നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് അത്തരത്തിൽ കുറേ അധികം കൃതികളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഉദാഹരണമായിട്ട്
ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആദ്യകാലത്ത് ട്രാൻസ്ലേഷനൊക്കെ എത്തിയിരിക്കുന്നത് ഇതൊരു വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു നാടകമാണ്. ഇതാണ് മലയാളത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള നാടകം. ആൾമാറാട്ടം എന്നാണ് ഈ കൃതിയുടെ പേര്. ഈ ഒരു നാടകം എഴുതിയിരിക്കുന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് കല്ലൂർ ഉമ്മൻ പീലിപ്പോസാണ്. ഇത്തരത്തിൽ ഒരുപാട് തർജിമകൾ മലയാളത്തിലുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് തൊട്ടായിരിക്കും ഇങ്ങനെയുള്ള തർജിമകൾ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായിട്ടും മതത്തിൻ്റെയൊക്കെ പ്രചാരണാർത്ഥം അതിൻ്റെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈബിൾ പരിഭാഷ. ബൈബിള് ലോകത്താകമാനം ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ തന്നെ മലയാളത്തിലും ബൈബിള് ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യകാലത്തൊക്കെ അത് വായിക്കാൻ അതിൻ്റെ യഥാർത്ഥ ഭാഷയിൽ വായിക്കാൻ പറ്റിയിരുന്നില്ലെങ്കിലും പിന്നീട് ഇവിടുത്തെ പാതിരിമാരൊക്കെ ചേർന്ന് അങ്ങനെ പലരുടെയും പ്രയത്നഫലമായിട്ട് ഇങ്ങനെ മലയാളത്തിൽ വിശ്വാസികൾക്കൊക്കെ വായിക്കാൻ തരത്തിൽ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഖുറാൻ പരിഭാഷയും അതുപോലെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഖുറാനും അതുപോലെയുള്ള മറ്റ് ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ ഓരോ പാഠങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അതുപോലെ തന്നെയാണ് നമ്മുടെ അധ്യാത്മരാമായണം. എഴുത്തച്ഛൻ അദ്ദേഹം ശരിക്കും ഇതും ഒരു ട്രാൻസ്ലേഷൻ്റെ ഭാഗമാണ്, ഒരു വിവർത്തനത്തിൻ്റെ ഭാഗമാണ്. വിവർത്തനം തന്നെ പല രീതിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ പല രീതിയിലുള്ള വിവർത്തനങ്ങൾ ഇപ്പോൾ കണ്ടു. ഇതൊക്കെ എങ്ങനെയായിരിക്കും? നമ്മൾ തൽക്ഷണ തർജ്ജമ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. തൽക്ഷണ തർജ്ജമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സമ്മേളനമൊക്കെ നടക്കുന്നൊരു വേദിയിൽ ഒരു നേതാവ് ഹിന്ദിയിലാണ് സംസാരിക്കുന്നതെന്ന് വെച്ചോ, അപ്പോൾ അതിന് ഉടനെ തന്നെ ഒരാളടുത്ത് നിന്നിട്ട് അത് മലയാളത്തിലേക്ക് നമുക്ക് തർജ്ജമ ചെയ്ത് തരുന്നു. അതിനാണ് നമ്മൾ തത്സമ തർജ്ജമ എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ പദാനുപദ വിവർത്തനമുണ്ട്. അത് വേർഡ് ബൈ വേർഡായിട്ട് നമ്മൾ വിവർത്തനം ചെയ്യും. ഓരോ വാക്കുകൾ എങ്ങനെയാണ് അത് തന്നെ ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ അത് മലയാളത്തിലേക്ക് ഓരോ പദം വെച്ച് വിവർത്തനം ചെയ്യുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ആശയ വിവർത്തനം എന്ന് പറയുന്നൊരു സങ്കേതമുണ്ട്. അതായത് ആ ഒരു പാരഗ്രാഫ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കഥയാണെങ്കിൽ അതിൻ്റെ ആശയം എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ആശയത്തെയാണ് വിവർത്തനം ചെയ്യുന്നത്. അതായത് ആ ഒരു എന്താണ് ആ കണ്ടൻറ്റിനെ മനസ്സിലാക്കി തരികയാണ് ആശയ വിവർത്തനം ചെയ്യുന്നത്. സ്വതന്ത്ര വിവർത്തനം എന്ന് പറയുന്ന മറ്റൊരു ശാഖയുണ്ട്. സ്വതന്ത്ര വിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന കൃതിയെ അത് നമ്മൾ തർജ്ജിമ ചെയ്യുന്ന ആൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ അദ്ദേഹത്തിന് ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ പല ഘടകങ്ങളും സങ്കേതങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടാം. അങ്ങനെ സ്വതന്ത്ര വിവർത്തനമുണ്ട്. ഇങ്ങനെ അഡാപ്റ്റേഷൻ പോലുള്ള പല സങ്കേതങ്ങളും വിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതായത് ആശയ രൂപാന്തരീകരണം എന്നൊക്കെ പറയും. അതായത് നമ്മളൊരു സങ്കേതങ്ങളൊക്കെ അതിൻ്റെ ആശയം മാത്രം ഒരു ചെറിയ രൂപാന്തരമൊക്കെ വന്ന് നമ്മുടെ ചിലപ്പോൾ ചില കൃതികളിലൊക്കെ ഓരോ ഇംഗ്ലീഷ് കൃതിയൊക്കെ ചിലപ്പോൾ നമ്മൾ സ്വാധീനം കൊണ്ടായിരിക്കും നമ്മൾ എഴുതുക. ഇപ്പോൾ ചങ്ങമ്പുഴയുടെ രമണനൊക്കെ ഒരുപാട് സ്വാധീനമുണ്ട്. ഈ ചങ്ങമ്പുഴയുടെ രമണനൊക്കെ വരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾ പരിശോധിക്കുക. വളരെ പ്രസിദ്ധമായിട്ടുള്ള മലയാളം കൃതിയാണ്. അതിൽ ചങ്ങമ്പുഴ രമണനെ അവതരിപ്പിക്കുന്നത് എവിടെയാണ്? അത് ചെമ്മരിയാടുകളൊക്കെയുള്ള ഒരു പ്രദേശമാണ്, ഒരു ഭൂപ്രദേശമാണ്. അവിടെ കുന്നുകളുണ്ട്, ആടിനെ മേയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ആടിനെ മേയ്ക്കുന്ന ഇടയൻ എന്നൊക്കെ പറയുന്ന സങ്കല്പം എവിടെയാണ്? നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള സങ്കല്പങ്ങൾ കുറവാണ്. ഇതൊക്കെ യൂറോപ്യൻ സങ്കേതങ്ങളുടെ ഭാഗമായിട്ട് എഴുത്തുകാരനെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന തരത്തിൽ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ പേര് വരെ. രമണൻ എന്നുള്ള പേര്, രമണൻ, ചന്ദ്രിക, ഇതുപോലെയുള്ള പേരുകൾ നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയോ ഒക്കെ കൊണ്ട് ഇത്തരത്തിലുള്ള പേരുകളോ സങ്കേതങ്ങളോ സ്ഥലങ്ങളോ ഒക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലും തർജ്ജിമകൾ നടക്കാറുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഈ ആൾമാറാട്ടം എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ കൃതിയെ വിവർത്തനം ചെയ്തിരിക്കുന്ന ഇതൊരു സ്വതന്ത്ര വിവർത്തനമാണ്. അപ്പോൾ അത് ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നതെന്നും ഈ കല്ലൂർ ഉമ്മൻ പീലിപ്പോസ് എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സ്വതന്ത്ര വിവർത്തന രീതികൾ അതിനകത്ത് കാണാൻ പറ്റും. ഇത് ഇംഗ്ലീഷിൽ ഭാഷയിൽ നിന്ന് മാത്രമാണ് മലയാളത്തിലേക്ക് വിവർത്തനം വന്നിട്ടുള്ളത്. ഫ്രഞ്ച്, ഇറ്റാലിയൻ ആയാലും ഏതൊരു ഭാഷയിൽ നിന്നായാലും വന്നിട്ടുണ്ട്. അതിന് മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ ലീലാതിലകം എന്ന് പറയുന്ന ഒരു സംസ്കൃത കൃതിയാണ്. സംസ്കൃത കൃതിയെ മലയാളത്തിലേക്ക് ഇവിടെ പ്രൊഫസർ ഗോപിക്കുട്ടൻ സാറാണ് ഇവിടെ വ്യാഖ്യാനവും വിവർത്തനവും നിർവഹിച്ചിരിക്കുന്നത്.
ലീലാതിലകം എന്ന് പറയുന്ന ഒരു വ്യാകരണ ഗ്രന്ഥമാണ്. അപ്പോൾ അതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുകയാണ് ലളിതമായിട്ട്. ഇതുപോലെ തന്നെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ രസകരമായിട്ട് കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഈസോപ്പ് കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ ചൈനീസ് കഥകളൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിൽ ധാരാളം കഥകൾ നമ്മൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്നതാണ് APJ അബ്ദുൽ കലാമിൻ്റെയൊക്കെ കൃതികൾ. വിങ്സ് ഓഫ് ഫയറൊക്കെ നമ്മൾ മിക്കവരും വായിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണെന്നൊക്കെ പറഞ്ഞ്. അത് ചിലപ്പോഴൊക്കെ മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അദ്ദേഹം മലയാളത്തിൽ എഴുതിയിട്ടല്ല, അത് തർജ്ജിമ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് അതിനൊരു ഉദാഹരണമാണ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന് പറയുന്ന രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുസ്തകത്തിൻ്റെ ബാക്കിൽ തന്നെ വിവർത്തനം MB സദാശിവൻ. ഇത്തരത്തിൽ ട്രാൻസ്ലേഷൻ പലതരത്തിലുണ്ട്. ഇത് നമ്മൾ ഒരു ജനസമൂഹത്തെ നമുക്ക് മനസ്സിലാക്കാനും അവിടുത്തെ രീതികൾ മനസ്സിലാക്കാനും അവിടുത്തെ സംസ്കാരം മനസ്സിലാക്കാനും അങ്ങനെ പല കാര്യങ്ങളും. ബംഗാളി കൃതികളൊക്കെ ഒരു കാലത്ത് വളരെയധികം വിവർത്തനങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. മലയാളത്തിൻ്റെ ഒരു സാഹിത്യ സങ്കേതങ്ങളെയൊക്കെ തന്നെ വിപുലീകരിക്കാനും അതിന് ഒരു വലിയ സംഭാവന നൽകാനും ഇത്തരം വിവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് വായിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറേ വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള പല ഭാഷകളിൽ നിന്ന് വന്ന കൃതികളൊക്കെ നമുക്ക് വായിക്കാൻ ലഭിക്കുന്നത് വളരെ മികച്ചതായിരിക്കും. ഇത് ഒരു വ്യത്യസ്തമായ പുസ്തകമാണ്. സത്യജിത് റേയുടെ പദർ പാഞ്ചലി എന്ന് പറയുന്ന ഒരു തിരക്കഥ, സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നതാണ് തിരക്കഥ. നമ്മൾ മുൻകാലത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തിരക്കഥകൾ വരെ മലയാളത്തിലേക്ക് അതിൻ്റെ ആവിഷ്കാരം നിർവഹിച്ചിരിക്കുകയാണ് സാബു ശങ്കർ. അപ്പോൾ ഇത് ഒരു ഉദാഹരണമാണ്. ഇനി മറ്റൊരു ഉദാഹരണം, ഇംഗ്ലീഷിലെ പോലെ പല കൃതികൾ നമുക്ക് വായിക്കാൻ ഇഷ്ടമാക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയാത്ത ഒരു സംസ്കാര രീതികളൊക്കെ ആയിരിക്കും ഇസ്താംബുളിലൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇസ്താംബുളിൻ്റെയൊക്കെ രീതികൾ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പൊതുജീവിതം, ഒറാൻ പാമുക്കിൻ്റെ പുതുജീവിതം, ന്യൂ ലൈഫ് എന്ന് പറയുന്ന ഒരു കൃതിയാണിത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻസ്, വിവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ഗ്രേസ് എന്ന് പറയുന്ന JM കൂറ്റ്സി, അദ്ദേഹത്തിൻ്റെ ഇത് നോബൽ പ്രൈസ് കിട്ടിയ പുസ്തകമാണ്. ഇത്തരത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള പല കൃതികളും നമ്മൾ മലയാളത്തിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലെസ്റ്റ് പോലെയുള്ള കൃതികളൊക്കെ 2003 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള കൃതിയാണ്. പിന്നെ അതുപോലെ ധാരാളം കൃതികൾ, ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് പുസ്തകം, എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പുസ്തകം എടുത്ത് ഉദാഹരണം കാണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജർലിയുടെ റൂമി, ഇത് ഈജിപ്തുകാരുടെ കവിതകളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കവിതകൾ, ഇപ്പം ഇത് ഒരു നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട പുസ്തകങ്ങളൊക്കെ സാഹിത്യമായിട്ട് കഥ, കവിത, തിരക്കഥ അങ്ങനെയൊക്കെ വളരെ ബന്ധമുള്ള, ഇതിപ്പം വൈജ്ഞാനിക സാഹിത്യത്തിൽപ്പെട്ട ഒരു കൃതിയാണ്. ഡിസൈഡഡ് ടു ലീഡ്, മികച്ച നേതാവാകാൻ, സംഗീത് വർഗീസ് എഴുതിയ ഒരു പുസ്തകമാണ്. ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് TN മേനോനാണ്. അപ്പോൾ ഇത്തരത്തിൽ പരിഭാഷ, ഈ നമ്മൾ വായിക്കാൻ നമുക്ക് മനസ്സിലാകാത്ത കൃതികളോ ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ആസ്വാദകർക്ക് വേണ്ടിയൊക്കെ നമ്മൾ തർജ്ജിമ ചെയ്ത്, ഇതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് പല കൃതികൾ മറ്റു ഭാഷകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈജ്ഞാനിക കൃതികൾ, അതായത് നമ്മൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഡെൽ കാർണഗി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ജനപ്രിയനായിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകം, അതൊക്കെ മലയാളത്തിലേക്ക് വളരെയധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളും ഇങ്ങനെ തർജ്ജിമ ചെയ്യുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിലെ കൃതികൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ മറ്റു ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രസിദ്ധമായിട്ടുള്ള മലയാളത്തിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്, അത് പാത്തുമ്മർ ചാഗ്ലി ജാനി എന്ന് പറയുന്ന ഒരു പേരിൽ ആസാമീസിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന തോപ്പിൽ ഭാസിയുടെ കൃതി തോമി അമൈ കമ്മ്യൂണിസ്റ്റ് കരീജി ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം കാലത്ത് പറഞ്ഞ പോലെ ബംഗാളി ഭാഷയുമായിട്ടുള്ള ഒരു ബന്ധം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന MD വാസുദേവൻ നായരുടെ കൃതിയാണ് ആൻ അഡൾട്ട് ഇൻ ന്യൂയോർക്ക് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു സങ്കേതം നിങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ഇവിടെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളത് അവിടുത്തെ കഥാസന്ദർഭമായിട്ട് ബന്ധപ്പെടുത്തി ആൻ അഡൾട്ട് ഇൻ ന്യൂയോർക്ക് എന്ന് പറയുന്ന ന്യൂയോർക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കഥ അവിടെ ആ എഴുത്തുകാരൻ പറയാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ പല കൃതികളുണ്ട്. കണ്ണാടി എന്ന് പറയുന്ന P. കേശവദേവിൻ്റെ കൃതി,
ആർ.എസ്.ഒ എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമപ്പെടുത്തിയിട്ടുണ്ട്. കന്യക എന്ന എൻ കൃഷ്ണപിള്ളയുടെ കൃതി കന്യക എന്ന പേരിൽ തന്നെ ഹിന്ദിയിലേക്ക് തർജ്ജമപ്പെടുത്തിയിട്ടുണ്ട്. ചിന്താവിഷ്ടയായ സീത കുമാരനാശാൻ്റെ വളരെ പ്രസിദ്ധമായ കൃതി കന്നഡ ഭാഷയിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മുരുകവിതകളു ആ ഒരു പേരിലാണ് കന്നഡ ഭാഷയിലേക്ക് ചിന്താവിഷ്ടയായ സീത തർജ്ജമപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടിടങ്ങഴി തകഴിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നോവൽ രണ്ടിടങ്ങഴി മറാഠി ഭാഷയിലേക്ക് ദോസർ ധങ് എന്ന പേരിൽ തർജ്ജമപ്പെടുത്തിയിരിക്കുന്നു. നാലുകെട്ട് എന്ന് പറയുന്ന എം ടി വാസുദേവൻ നായരുടെ കൃതി ഖഞ്ചർ ഖാര എന്ന പേരിൽ ഒറിയ ഭാഷയിലേക്ക് തർജ്ജമപ്പെടുത്തിയിരിക്കുന്നു. മലയാളം കഥകൾ പലർ കഥാഭാരതി മലയാളം കഹാനിയ എന്ന പേരിൽ പഞ്ചാബിയിലേക്ക് തർജ്ജമപ്പെടുത്തിയിരിക്കുന്നു. കഥകൾ എസ്.കെ. പൊറ്റക്കാടിൻ്റെ കഥകൾ കളക്ഷൻസ് ഓഫ് 11 ഷോർട്ട് സ്റ്റോറീസ് എന്ന പേരിൽ റഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യനും മകനും വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയാണ്. അത് ശിഷ്യ സുധർക്ക എന്ന പേരിൽ സംസ്കൃത ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു. കർണഭൂഷണം എന്ന ഉള്ളൂരിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതി ചെവിയിനുക്കു ആണി എന്ന പേരിൽ തമിഴിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാലത്ത് ഈ ദ്രാവിഡ ഭാഷകളിലുണ്ടായിരുന്ന ആ ഒരു ബന്ധമൊക്കെ ഉള്ളൂരിനൊക്കെ തിരുവനന്തപുരം ആ ഒരു തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ ആയതുകൊണ്ട് തന്നെ തമിഴുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇത്തരം കൃതികളൊക്കെ ഓരോരോ ദേശത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് അതിലൂടെ മനസ്സിലായി കാണും. ശ്മശാന ദീപം എന്ന് പറയുന്ന ശൂരനാട്ട് കുഞ്ഞമ്പിള്ളയുടെ ഒരു കൃതി ശ്മശാന ദീപം എന്ന പേരിൽ തന്നെ തെലുങ്കു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ 17 ചെറുകഥകൾ പലരെ എഴുതിയിട്ടുള്ള കൃതികൾ മലയാളം അവസനെ എന്ന പേരിൽ ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വായനക്കാർക്ക് ഓരോ ഭാഷയിലും സാഹിത്യത്തിലും ഒക്കെ ഓരോ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ സാഹിത്യരംഗം അത്രയ്ക്ക് വിപുലമായി കൃതികളെയൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള കലർപ്പുകളാണ് പല സ്ഥലങ്ങളിലെ ജീവിതം കാണുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കെപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പം പല യൂട്യൂബ് ചാനലുകളിലൂടെയും പല സ്ഥലങ്ങൾ കാണാനും അവരുടെ ജീവിത രീതികൾ കാണാനും ഒക്കെ ഇഷ്ടമാണ്. ഇതിനു മുമ്പ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം പോലുള്ള പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ എന്താ കാണുന്നത്, ആ ഒരു പുതിയ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ കാണുക, അവിടുത്തെ ജീവിത രീതികൾ കാണുക, അവിടുത്തെ ഭാഷ പഠിക്കുക, അങ്ങനത്തെ പല പല കാര്യങ്ങൾ അവിടുത്തെ സ്ഥലങ്ങളും ഇത് ഭൂമിശാസ്ത്രമൊക്കെ നമുക്ക് പഠിക്കാൻ ഇത്തരത്തിലുള്ള വിവർത്തനങ്ങളിലൂടെയൊക്കെ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ മനുഷ്യരെ കാണുകയും പുതിയ ജീവിതം കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മൾ കൂടുതൽ വിപുലമാവുകയാണ് ചെയ്യുന്നത് യാത്രകൾ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള കൃതികളൊക്കെ വായിക്കുമ്പോഴും. അപ്പോൾ തർജിമയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ വിവർത്തന കൃതികൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എത്രത്തോളം എന്ന് ഈ ചെറിയ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത്രയും വിപുലമായിട്ട് ഇത്തരം സങ്കേതങ്ങളെക്കുറിച്ച് പുസ്തകങ്ങൾ ഉദാഹരണങ്ങളെക്കുറിച്ചൊക്കെ കാണിച്ച് പറഞ്ഞു തന്നത് അതിൻ്റെ ഒരു അത്ര വിശാലമായ ഒരു ക്യാൻവാസിലാണ് ഇത്തരം പഠനങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. അത്തരത്തിൽ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണെങ്കിലും അവൈലബിൾ ആകുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു വാക്ക് നമുക്ക് പെട്ടെന്ന് തർജ്ജിമ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന നമ്മൾ ഡിക്ഷണറികളായിരിക്കും. അപ്പോൾ ഡിക്ഷണറി കൂടാതെ തന്നെ ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഗൂഗിളിൽ ഏത് വാക്കുകളും നമുക്ക് സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു പാരഗ്രാഫ് തന്നെ എടുത്താലും ആ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് മലയാളത്തിലോ നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിലേക്ക് അത് വിവർത്തനം ചെയ്ത് ലഭിക്കും. അത്തരത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ വിവർത്തന സങ്കേതങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജീവിതം ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന പാഠഭാഗത്തെ പഠിക്കുന്നത്. ജീവിതം ഒരു പ്രാർത്ഥന എന്ന പാഠഭാഗം ദീർഘകാലം മാധ്യമപ്രവർത്തകനൊക്കെ ആയിരുന്ന കെ.എം. മാത്യുവിൻ്റെ ഒരു ആത്മകഥയാണ്. അദ്ദേഹത്തിൻ്റെ 8ാമത്തെ മോതിരം എന്ന ഒരു ആത്മകഥയിൽ നിന്നാണ് ഈ ജീവിതം ഒരു പ്രാർത്ഥന എന്ന പാഠഭാഗം എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണശേഷം അദ്ദേഹം വളരെ
അധികം സംസാരിക്കുകയൊന്നുമില്ല, ജോലിക്കാരുമായിട്ട് അധികം സംസാരിക്കാറൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷേ ഭാര്യ വളരെ വീട്ടുജോലിക്കാരൊക്കെ ആയിട്ട് വളരെയധികം സൗഹൃദത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഭാര്യയുടെ ഒരു വിയോഗത്തിന് ശേഷം ഇദ്ദേഹത്തിന് എങ്ങനെയാണ് അവരോടൊക്കെ പെരുമാറേണ്ടതെന്നൊക്കെയുള്ള ഒരു വീണ്ടും വിചാരം വരികയാണ്. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാനിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നതും അതിൽ നിന്നൊക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങളൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്, ഈ പാഠഭാഗത്തിൽ വളരെ ലളിതമായിട്ടുള്ള ആത്മകഥ ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പല പാഠഭാഗങ്ങളും നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ ജീവിത സാഹചര്യങ്ങളൊക്കെ പോലെ തന്നെ വളരെ സംസാര ഭാഷയിലും അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെയൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് വിവർത്തനം ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ പാഠം ഉപയോഗപ്പെടുത്തുന്നത്. ഈ പാഠഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾ നീണ്ടു നിന്നിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നമ്മയുടെ മരണശേഷം ആ ഒരു വിയോഗത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ അതൊരു വീണ്ടും വിചാരം ഉണ്ടാകുകയാണ്. ആ ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഈ പാഠഭാഗത്തിലെ പല സങ്കേതങ്ങളും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. ഓരോ പാരഗ്രാഫ് തിരിച്ച് നമുക്കെങ്ങനെ അത് വിവർത്തനം ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാരഗ്രാഫ്, അല്ലെങ്കിൽ വളരെ ചെറിയ ഖണ്ഡികളായിട്ട് മുറിച്ചോ ഒക്കെ തന്നെ അതിനെ ഒന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എങ്ങനെയാണ് അത് തർജ്ജിമ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പാഠഭാഗം വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മനസ്സിലാക്കലുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്കൊരു കൃതി വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആശയമോ അതിൻ്റെ ഒരു സാഹിത്യ മൂല്യമോ നഷ്ടപ്പെടാതെ എത്രത്തോളം വിവർത്തനം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൽ ചില ഭാഗങ്ങളിൽ ചില വാക്കുകളൊക്കെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷിൽ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഡിക്ഷണറി നോക്കാവുന്നതാണ്. അത്തരത്തിൽ അവതരിപ്പിക്കപ്പെടാൻ അടുത്ത ക്ലാസ്സിൽ തയ്യാറായിട്ട് വേണം നമ്മൾ വരാൻ. എന്തെങ്കിലുമൊക്കെ സംശയം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ തർജ്ജിമ ചെയ്ത ഒരു ഭാഗം ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്, ഇട്ട് തരുന്നതാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇത്തരത്തിലുള്ള വിവർത്തനങ്ങളുടെ ഒരു പ്രാധാന്യം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അത് നമ്മൾ എങ്ങനെ നമുക്കത് പഠിച്ചെടുക്കാൻ കഴിയും, പുതിയ ഭാഷകൾ പഠിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്. നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ഹിന്ദി പഠിക്കുന്നുണ്ട്, സംസ്കൃതം പഠിക്കുന്നുണ്ട്, അറബിക്ക് പഠിക്കുന്നുണ്ട്, പല ഭാഷകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സങ്കേതങ്ങളൊക്കെ പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ലാംഗ്വേജ് അക്രോസ് കരിക്കുലം ലാക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭാഷയ്ക്ക് അതീതമായിട്ട് പല കാര്യങ്ങളും പല വിജ്ഞാനങ്ങളും നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല അറിവുകളും നമുക്കുള്ള പല അറിവുകളും പല സ്ഥലത്തു നിന്ന് നമ്മൾ മേടിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പദസമ്പത്ത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല ഭാഷകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല സംസ്കാരങ്ങളുടെ ഭാഗമായിട്ട് നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതാണ്. ഇവിടെ കച്ചവടത്തിനായിട്ടും അതല്ലാതെ അധിനിവേശത്തിനായിട്ടും ഒക്കെ വന്നിട്ടുള്ള ആളുകളിൽ നിന്ന് അവരുടെ പദങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരുടെ നിരവധി സാഹിത്യ കൃതികൾ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്കൃതം പോലുള്ള മൃതഭാഷകളിൽ നിന്ന്, അതായത് ഇപ്പോൾ ജീവൻ ഇല്ലാത്ത ഭാഷകളിൽ നിന്നൊക്കെ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള പുതിയ ഭാഷകളിൽ നമ്മൾ പ്രാവീണ്യം നേടുക, അത് എങ്ങനെ നമുക്കത് എഴുത്തിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് വായിച്ചെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ
ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ക്രിക്കറ്റ് കളി കാണുമ്പോൾ അല്ലെങ്കിൽ ഫുട്ബോൾ കളി കാണുമ്പോൾ, ക്രിക്കറ്റ് കളി കാണുമ്പോൾ ഒരുപാട് കമൻട്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കമൻട്രി കാണുമ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യമാണ്, നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്രിക്കറ്റ് കളിയെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കമൻട്രി കേൾക്കുന്നതിൻ്റെ കൂടെ ആ ഒരു ഭാഷയും കൂടി നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ആഷസൊക്കെ കാണുവാണെങ്കിൽ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലൊക്കെയുള്ള കമൻറ്റേറ്റേഴ്സിൻ്റെ കമൻട്രി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്സെൻറ്റ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കുറേ നമ്മളറിയാതെ തന്നെ ഇതൊരു നാച്ചുറൽ പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്ക് മറ്റൊരു ഭാഷ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മലയാളം പഠിക്കുന്നതിന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തഡോളജിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഒരു ഇതിൽ നമുക്കങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് പല പോരായ്മകളും നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ വരാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ കേൾക്കുക, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായ ഭാഷകൾ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ പിന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് വേറെ എന്താ യൂട്യൂബിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഇപ്പം എന്തെങ്കിലും മറ്റ് കളികളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫുട്ബോളോ വേറെ എന്തെങ്കിലുമൊക്കെ ഈ ഗെയിമുകളിലൊക്കെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പ്രസംഗമൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുക, വായിക്കുക. അതിൽ നിന്നൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ തർജിമകളുടെ പ്രാധാന്യം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 8ാമത്തെ മോതിരം എന്ന് പറയുന്ന ആത്മകഥയിൽ കെ മാത്യു ആ ഒരു ഭാര്യ അന്നമ്മയുടെ മരണശേഷം നടന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെ ആ ഭാര്യയുടെ മരണശേഷം വീട്ടിൽ ജോലിക്കാരുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോയിരുന്നത്. അന്നമ്മ വളരെ സൗഹാർദ്ദപരമായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹായികളൊക്കെ, വീട്ടിലെ സഹായികളൊക്കെ അദ്ദേഹത്തോട് പെരുമാറുന്ന രീതിയും അദ്ദേഹം തിരിച്ചു പെരുമാറുന്ന രീതിയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കുറേയധികം മുഹൂർത്തങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സങ്കേതങ്ങളെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മനസ്സിലായ രീതിയിൽ ചെയ്തുകൊണ്ട് വരാം. നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്ത് അത് ശരിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യമാണ് അതിൽ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗമെടുത്ത് അതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് പദാനുപദമാണ് തർജിമ ചെയ്യാൻ തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് വായിച്ചിട്ടൊരു ആശയം മനസ്സിലായെങ്കിൽ ആ ഒരു ആശയത്തിൽ മുൻനിർത്തിക്കൊണ്ട് തർജിമ ചെയ്യാം. ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കത് തർജിമ ചെയ്യാം. തർജിമയുടെ സങ്കേതങ്ങൾ നമ്മളങ്ങനെ ആണ് പഠിക്കുന്നത്. നമുക്കിപ്പോഴാണ് തെറ്റിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ തെറ്റിക്കുന്നത്. അതുകൊണ്ട് തന്നെ തർജിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർക്ക് ചോദിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതിലെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം തർജിമ ചെയ്തുകൊണ്ട് വരിക. ഇതാണ് ഇന്നത്തെ പ്രവർത്തനം. താങ്ക് യു. ചില വാക്കുകളുടെ പരിഭാഷയാണിത്, പാഠഭാഗത്തെ. ഇത് ഒരു ഭാഗമാണ് പാഠം. ഇതതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. ഇനി എങ്ങനെയാണ് ഇംഗ്ലീഷ് പരിഭാഷ ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ.